ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വീഡിയോ ഓർഗനൈസ് ചെയ്യുന്ന ചാലഞ്ചിൻ്റെ 6ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ടാസ്കുകൾ എല്ലാവരും കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പല കമൻസിലും കാണുന്നുണ്ട് ആ ദിവസങ്ങളിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡേ 6 കംപ്ലീറ്റഡ് എന്ന് എഴുതാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ടാസ്ക് ഏതായിരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഓരോ ദിവസവും വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ വയേഴ്സ്, കേബിൾ, ചാർജേഴ്സ്, ബാറ്ററീസ് എന്നിങ്ങനെയുള്ള എല്ലാ ഐറ്റംസാണ് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഞാൻ കേബിളുകളെല്ലാം തന്നെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കനം കുറഞ്ഞ ഇതുപോലെയുള്ള റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് 2 വട്ടം ഒന്ന് ടൈ ചെയ്യും. വല്ലാതെ ടൈറ്റിൽ ടൈ ചെയ്യരുത്, കാരണം കേബിളുകൾ നാശമായി പോകും. ഇത്രയധികം കേബിൾ എൻ്റെ കയ്യിൽ വന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ, പല ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ USB കേബിൾ പോലെ കേബിളുകളും അവർ തരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഐറ്റംസ് കേടായാലോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇത് എക്സ്ട്രാ ആയിട്ട് വരും. അതൊന്നും തന്നെ കളഞ്ഞിട്ടില്ല, എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഓർഗനൈസറാണ് കേബിൾ ഒതുക്കി വെക്കാനായിട്ട് ഈ ഒരു മോഡൽ പോക്കറ്റ് ഓർഗനൈസർ. ഇത് നമുക്ക് കമ്മലുകൾ, അതുപോലെ തന്നെ മാല, അതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസർ ആയിരുന്നു ഞാൻ അതിന് വേണ്ടി വാങ്ങിയത്. പക്ഷെ എനിക്ക് വേറൊരു മോഡൽ ഓർഗനൈസർ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഇത് ഉപയോഗിക്കാതായി. അപ്പോഴാണ് ഇത് നമുക്കിതുപോലെ കേബിളുകൾ ഒതുക്കി വെക്കാൻ ഭയങ്കര സൗകര്യമാവുമെന്ന് എനിക്ക് തോന്നി. കാരണം ഓരോ കേബിളും നമുക്ക് കാണാനായിട്ട് പറ്റും. വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ലേബിൾ എഴുതി ഒട്ടിച്ച് വെക്കാം ഇത് എന്തിനുള്ള കേബിളാണെന്ന്. അതോടൊപ്പം തന്നെ ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഹാങ്ങറിന് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഡോറിൻ്റെ പിന്നിൽ തൂക്കിയിട്ടാൽ നല്ല സുഖമായിട്ട് നമുക്കത് അവിടെ ഇത്രയും അധികം കേബിൾസ് വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഒതുക്കി വെക്കാനും പറ്റുന്നുണ്ട്, കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു ഓർഗനൈസർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് മീഷോയിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഓർഗനൈസറാണ്. പക്ഷേ ഇത് ഈ ഒരു പർപ്പസിനാണ് എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഓർഗനൈസർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് വലിയ കേബിളുകൾ, വലിയ ചാർജേഴ്സ്, ഇതൊന്നും നമുക്ക് ഇതിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വെച്ചിരുന്നത്. പക്ഷേ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ചാർജേഴ്സൊക്കെ കൊണ്ടുപോയി വരുമ്പോൾ ഇങ്ങനെ ഒരു ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബാഗിൽ ഇതുപോലെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു തുണിയുടെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം, വെൽക്രോ പോലെ ഇതിൻ്റെ അതുമേ സ്റ്റിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഇതിൽ വെക്കാം. ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അതായത് നമുക്ക് യാത്ര പോകുമ്പോൾ ഇത് സുഖമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഇത് ഞാൻ കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു കേടുമില്ല, ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഇത് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിലും പല മോഡലിലൊക്കെ ഇതൊക്കെ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം. ഈ ഒരു സെക്ഷനിൽ മായിട്ട് ബന്ധപ്പെട്ട വയറുകളും വലിയ വലിയ വയറുകൾ, ചാർജേഴ്സൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണിത് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ തന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം. ഇനി നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു ഐറ്റംസ്, അതായത് ബാറ്ററി, USB, അതുപോലെ തന്നെ മെമ്മറി കാർഡുകൾ, അതുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു ഐറ്റംസൊക്കെ എങ്ങനെയാണ് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത് ഷെയർ ചെയ്യണം. ഈ ഒരു കളർഫുൾ ഷെൽഫിലാണ് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഐറ്റംസ് നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ റൂമിൽ ചിലപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കൺജഷൻ റൂമിൽ ഫീൽ ചെയ്യും, അതായത് ഈ ഷെൽഫുകൾ. പക്ഷേ ഞാൻ ചേട്ടനെ നോക്കുക എപ്പോഴും നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഐറ്റംസ് മാക്സിമം ഉപയോഗിക്കാനായിട്ട്, അത് പെട്ടെന്ന് കിട്ടാനായിട്ട് എങ്ങനെ നമുക്ക് ഒതുക്കി വെക്കുക, ആ രീതിയിലാണ്. വീട്ടിൽ തന്നെയാണ് നമ്മൾ കുറേ പണികളൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല ഐറ്റംസ് നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വേറെ ആളെ വിളിച്ചിട്ടല്ല നമ്മുടെ വീട്ടിലെ കുറേ ജോലികൾ ചെയ്യുന്നത്. ചേട്ടൻ തന്നെ കുറേയൊക്കെ പ്രിപ്പയർ പണികൾ ചെയ്യും. ഞാനായാലും വീട്ടിലെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ പല ഐറ്റംസ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഓർഗനൈസിങ് നമ്മൾ ഇത്രയും കാര്യമായിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ഡിവൈഡർ ആയിട്ടുള്ള ഇങ്ങനത്തെ ബോക്സാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ട്രേ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പർപ്പസിന് മാത്രമൊന്നല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ തയ്യലൊക്കെ ചെയ്യുന്നവർക്ക് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഒതുക്കി വെക്കണമെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ കമ്മല്, മാല എന്നിങ്ങനെയൊക്കെ ഒതുക്കി വെക്കാനോ, ഷോപ്പുകളിലൊക്കെ ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിക്ക് ഒതുക്കി വെക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആവശ്യമില്ലാതെ ആ ഒരു ഐറ്റം വാങ്ങേണ്ടിയും വരില്ല. അപ്പം ഞാൻ ഈ ഒരു ട്രേയിൽ USB-കളാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെമ്മറി കാർഡ്സ് അങ്ങനത്തെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ USB-സിൽ നമ്മൾ ഫോണിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് അതിലേക്ക് മാറ്റാം. ഫോൺ നമുക്ക് ഫ്രീ ആക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് USB ഹാർഡ് ഡിസ്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അതിന് തൊട്ടപ്പുറത്തതിൽ ഞാൻ ബാറ്ററീസ് ആണ്, പല ടൈപ്പ് ബാറ്ററീസ് ഉണ്ടാവില്ല, ചെറുതും വലുതും ഒക്കെ. ഇപ്പോൾ ക്ലോക്കിൽ യൂസ് ചെയ്യുന്നത്, റിമോട്ടിൽ യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ നമ്മൾ വെച്ചിട്ടുള്ളതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ എനിക്ക് ഈ ഒരു ഷെൽഫ് ഓർഗനൈസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. കാരണം
ഇത് ബോക്സ് പോലെ ആയിട്ടുള്ളൊരു വലിയ അലമാരി ആയതുകൊണ്ട് അതിനുള്ളിലേക്ക് നമ്മൾ ഐറ്റംസ് വെക്കുമ്പോൾ അതിന് മുകളിൽ കൊണ്ട് ഓരോന്ന് വെക്കും. അപ്പോൾ വെക്കാതിരിക്കാൻ ഈ ഒരു ഡിവൈഡർ ബോക്സ് നല്ല ഹെൽപ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി കേബിളുകളൊക്കെ നിങ്ങൾക്ക് കെട്ടി വെക്കാനായിട്ട് വേണമെങ്കിൽ ഇതുപോലെയുള്ള വെൽക്രോയുടെ ടേപ്പ് വാങ്ങാൻ കിട്ടും. ഇത് വെച്ചാൽ നമുക്ക് ഈ വയറുകളൊക്കെ ചിറ്റി കെട്ടി വെക്കാൻ, അല്ലെങ്കിൽ അയൺ ബോക്സിൻ്റെ വയറൊക്കെ അങ്ങനത്തെ വയറുകളില്ല അല്ലാത്തമ്മയും അത് ചിറ്റി വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും നമ്മൾ എത്ര തന്നെ ഒതുക്കിയാലും നമ്മൾ ഈ ഒതുക്കി വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചാൽ നമ്മൾ തിരക്ക് വരുമ്പോൾ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ എടുത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ എടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. പിന്നെ വന്ന് നമ്മളത് ഓർഗനൈസ് ചെയ്യില്ല. അപ്പോൾ അത് അങ്ങനെ കിടന്ന് പിന്നെ നമുക്ക് മടിയാവും, പിന്നെ നമുക്കത് ഒതുക്കാനേ തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരു 2 മാസം കൂടുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് അലമാരി എടുത്ത് മുഴുവനായിട്ട് ഒതുങ്ങിയിരിക്കുന്ന പോലെ തോന്നിയാലും ഒന്ന് നോക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും അതൊക്കെ കറക്റ്റായിട്ട് വെക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വല്ലാതെ വലിച്ചു വാരുന്നതിന് മുൻപ് നമുക്ക് ഒതുക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നത്തെ കാര്യമുള്ളത്, നമ്മുടെ കയ്യിൽ ഐറ്റംസ് വളരെ കുറവാണെങ്കിൽ ഒതുക്കാൻ ഈസി ആയിരിക്കും. പക്ഷേ ഇതുപോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഒരു ട്രേയിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഫോൺ ചാർജ് ചെയ്യുന്ന പവർ ബാങ്ക്, അതുപോലെ തന്നെ USB പോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് അധികമായിട്ടൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് ഐറ്റംസൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ. പിന്നെ വേറെയും കുറച്ച് 1-2 ഐറ്റംസ് നമുക്ക് സെക്ഷനൊന്നുമില്ല എവിടെയെങ്കിലും വെക്കാം എന്നുള്ള കുറച്ച് ഐറ്റംസുമാണ് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. കാർഡ്ബോർഡിൻ്റെ ബോക്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തരംതിരിച്ച് ഇതുപോലെ ഐറ്റംസ് വെക്കാം. കാർഡ്ബോർഡ് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് കാർഡ്ബോർഡ് നമ്മളിപ്പോൾ അലമാരകളിൽ വെക്കുമ്പോഴോ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പാറ്റിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ട്രേ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ വെച്ചിരുന്നു, പക്ഷെ ഇങ്ങനെയുള്ള പ്രാണികളുടെ ഒരു ശല്യം കൊണ്ടാണ് പിന്നെ അത് നിർത്തിയത്. അപ്പോൾ നമ്മളിത് എല്ലാ ബോക്സസും ഏകദേശം അറേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇനി ലാസ്റ്റ് ഒരു ബോക്സിൽ ഇതിൽ പ്രത്യേകിച്ച് ഡിവൈഡർ ബോക്സ് ഒന്നും ഞാൻ വെക്കുന്നില്ല. കാരണം നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുന്ന 3-പിൻ പ്ലഗുകൾ, അതുപോലെ അങ്ങനെ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ ടേപ്പ്, ഇപ്പോൾ ടെസ്റ്ററോ അങ്ങനത്തെയൊക്കെ പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ഇതിൽ വെച്ചിരിക്കുന്നത്. കാരണം ഇത് നമുക്ക് വേഗം തുറക്കുക, വേഗം എടുക്കുക, തിരിച്ച് വെക്കുക. അതിൻ്റെ അളവുകളും കറക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ബോക്സ് ഒന്നും വെച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2-3/4 മണിക്കൂർ മാത്രമേ നമ്മൾ ഈ ഒരു ഷെൽഫുകളൊക്കെ ഒതുക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിൽ നമ്മളൊരു 45 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്താൽ ഇത്തിരി നേരമെങ്കിലും എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ഓരോ സ്പേസും ഇങ്ങനെ തിരീഷ് ഒതുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണാം. നമ്മുടെ ഒപ്പം തന്നെ നമുക്ക് ഒതുക്കി പോവാം. ഞാൻ ഓരോ ദിവസവും ഇത്തിരീഷ് ഒതുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അത് ഹെൽപ്ഫുള്ളാണ്, നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഈ ഒരു കേബിൾസ് ആൻഡ് വയേഴ്സ്, ബാറ്ററീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.